അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻപുട്ട് ഡിവൈസ് എന്താണ്, അതുപോലെ ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, പിന്നെ ഒരു സി പി യുവിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സ്റ്റോറേജ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 4 മെയിൻ പാർട്ടാണ് വരുന്നത്. ഒന്ന് ഇൻപുട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ സി പി യു, നാലാമത് സ്റ്റോറേജ് യൂണിറ്റ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയാൻ നമ്മൾ സ്റ്റോറേജ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റകൾ ശേഖരിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കുക, മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ കേസിലും. കമ്പ്യൂട്ടറിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് സ്റ്റോറേജ് ഡിവൈസസും. അതുപോലെ ആ സ്റ്റോർ ചെയ്ത് ഡാറ്റയ്ക്ക് പറഞ്ഞ പേരാണ് മെമ്മറി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മെമ്മറി ഈസ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബ്രെയിൻ. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് പോലെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ ഓരോ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ്സ് അല്ല, ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ പെർഫോം ടു ടാസ്ക്, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഇപ്പോൾ ഒരു ഇമേജ് കമ്പ്യൂട്ടറിലോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇമേജ് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പെയിൻറ്റ് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോകട്ടെ. അപ്പോൾ ജസ്റ്റ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി, അതായത് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന സ്പേസാണ് എന്ത്, സ്റ്റോറേജ് ഡിവൈസസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. കമ്പ്യൂട്ടർ മെമ്മറി ഇസ് ദ സ്റ്റോറേജ് സ്പേസ് ഇൻ ദ കമ്പ്യൂട്ടർ where data is to be processed and instructions required for processing are sorted. അതായത് കമ്പ്യൂട്ടർ മെമ്മറി അതായത് കമ്പ്യൂട്ടർ മെമ്മറി എന്നുള്ളതാണ് എന്ത്, സ്റ്റോറേജ് സ്പേസ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സ്, അതായത് നമ്മൾ എന്തെങ്കിലും വർക്ക് കൊടുത്താൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാം, അതായത് ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസ് എവിടെ വരേണ്ടതെന്നുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും എന്താണ് മെമ്മറി എന്നുള്ള ജസ്റ്റ് ഇത്ര മനസ്സിലാക്കുക, എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, മെമ്മറി എന്നും. അതുപോലെ മെമ്മറി, അതായത് ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങൾക്ക് പറഞ്ഞ പേരാണ് എന്ത്, സ്റ്റോറേജ് എന്ന്. അതായത് ഒരു പർട്ടിക്കുലർ കാര്യം മെമ്മറിയും ആ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത്, സ്റ്റോറേജ് എന്നുള്ളത്. ദ മെമ്മറി ഇസ് ഡിവൈഡഡ് ഇൻ ടു ലാർജ് നമ്പർ ഓഫ് സ്മോൾ പാർട്ട് കോൾഡ് സെൽസ്. അതായത് മെമ്മറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ സെല്ലുകളാക്കിയിട്ടാണ് എന്ത് തരംതിരിച്ചുള്ളത്. ഓരോ സെല്ലിനും ഓരോ യൂണിക് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, പൊന്നാനി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം എന്തുണ്ടെങ്കിൽ പൊന്നാനി യൂണിക് അഡ്രസ്സാണല്ലേ. എപ്പോഴും പൊന്നാനി എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പൊന്നാനിയിലുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ മൗലാന എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ ആണെങ്കിൽ ആ മൗലാന കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൗലാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ഈ സ്റ്റോറേജിൽ മെമ്മറി എങ്ങനെ സേവ് ചെയ്ത് വെക്കൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ചെറിയ ചെറിയ സെല്ലുകളായിട്ടായിരിക്കും സേവ് ചെയ്ത് വെക്കൽ. അതുപോലെ ഓരോ സെല്ലിനും അതിൻ്റേതായ ഒരു യൂണിക് അഡ്രസ്സ് ഉണ്ടാകും. പിന്നെ പറയുന്നത് സ്റ്റോറേജ് സ്പെസിഫൈഡ് ആസ് മെമ്മറി. ഓക്കെ, സ്റ്റോറേജിനെ പറയുന്നതാണ് എന്ത്, അതായത് മെമ്മറി, ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു ലൊക്കേഷന് പറഞ്ഞ പേരാണ് എന്ത്, സ്റ്റോറേജ് എന്നുള്ളത്. ഒന്നിൽ കൂടുതൽ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലത്തിന് പറഞ്ഞ പേരാണ് സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അടുത്ത നെക്സ്റ്റ് പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട് കമ്പ്യൂട്ടറിൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, കമ്പ്യൂട്ടർ ഡാറ്റ സ്റ്റോറേജ് ഇസ് എ ടെക്നോളജി കൺസിസ്റ്റിംഗ് ഓഫ് കമ്പ്യൂട്ടർ കമ്പോണൻസ് ആൻഡ് റെക്കോർഡിംഗ് മീഡിയ ദാറ്റ് ആർ യൂസ്ഡ് ടു റിട്രീവ് ഡിജിറ്റൽ ഡാറ്റ.
ഡാറ്റ സ്റ്റോറേജ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസ് പറഞ്ഞാൽ ചിലപ്പോൾ മോണിറ്ററിൽ നിന്ന് ഡാറ്റ ആവാം, ചിലപ്പോൾ അതായത് മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് വരുന്ന ഡാറ്റ ആവാം. അതുപോലെ അങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ ഡിവൈസിൽ നിന്ന് ഡാറ്റേനൊക്കെ സ്റ്റോർ ചെയ്ത് അതിൻ്റെ അതായത് റെക്കോർഡിംഗ് മീഡിയ ഡാറ്റ യൂസ് ടു റിട്ടേൺ ഡിജിറ്റൽ ഡാറ്റ. അതായത് ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും അതിനെ ഡിജിറ്റൽ ഡാറ്റ, അതായത് ഡിജിറ്റൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കമ്പ്യൂട്ടറിന് അറിയപ്പെടുന്ന ഒരു ഭാഷ ബൈനറിയാണ്, 0-1. അപ്പോൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാലും അതിനെ സ്റ്റോറേജിലോട്ട് എന്താക്കും, ഡിജിറ്റൽ ഡാറ്റ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അതവിടെ കീപ്പ് ചെയ്ത് വെക്കും. അതായത് പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് കോർ ഫങ്ഷൻ ആൻഡ് ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ. അതായത് ഈ കമ്പ്യൂട്ടർ സ്റ്റോറേജ് എന്നുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഒരു കോർ ഫങ്ഷനാണ്. അതുപോലെ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ ഒന്നാണ് എന്ത്, സ്റ്റോറേജ്. കോർ ഫങ്ഷനാണ്, അതുപോലെ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ ഒന്നാണ് എന്ത്, സ്റ്റോറേജ്. അപ്പോൾ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 4 പറഞ്ഞിട്ടുള്ള: ഒന്ന് ഇൻപുട്ട്, രണ്ടാമത് ഔട്ട്പുട്ട്, മൂന്നാമത് CPU, നാലാമത് സ്റ്റോറേജ്. അപ്പോൾ ഇനി പറയുന്നത് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് or CPU of a computer manipulate data by performing computation. അതായത് ഈ സ്റ്റോറേജിലുള്ള ഡാറ്റ എല്ലാം പെർഫോം ചെയ്യൽ ആരായിരിക്കും, CPU ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കോർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, CPU ആണ്. അപ്പോൾ ഈ സ്റ്റോറേജിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, CPU ആയിരിക്കും കൺട്രോൾ ചെയ്ത്. നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറേജിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ആക്സസ് മെമ്മറി, രണ്ടാമത് റാൻഡം ആക്സസ് മെമ്മറി, മൂന്നാമത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. അപ്പോൾ അതായത് സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഇപ്പോൾ എന്തായാലും ഒരു സ്ഥലം വേണം, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കണമെങ്കിൽ, ഇപ്പോൾ ടേബിളിൽ നമുക്ക് എന്തെങ്കിലും കെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്പേസ് വേണം. അപ്പോൾ ആ സ്പേസിനെ ക്ലാസ്സിൽ മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഡയറക്റ്റ് ആക്സസ് മെമ്മറി, രണ്ടാമത് റാൻഡം ആക്സസ് മെമ്മറി, മൂന്നാമത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. ഫസ്റ്റ് വൺ നമുക്ക് ഡയറക്റ്റ് ആക്സസ് മെമ്മറി എന്താണെന്ന് നോക്കാം. അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്താണ് ഫസ്റ്റ് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൈമറി സ്റ്റോറേജ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്. അതുപോലെ ഇൻറ്റേർണൽ മെമ്മറി എന്നും പറയും, അല്ലെങ്കിൽ പ്രൈം മെമ്മറി എന്ന് പറയും. ഈ 3 പേരിൽ എന്ത് പറയും, റാൻഡം ആക്സസ് മെമ്മറി അറിയപ്പെടുന്നത് മെയിൻ മെമ്മറി, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി ഓർ പ്രൈം മെമ്മറി. ഈ പ്രൈമറി സ്റ്റോറേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ്റ്റൻ റെഫേർഡ് ടു സിംപ്ലി ആസ് മെമ്മറി ഈസ് ദ ഓൺലി വൺ ഡയറക്റ്റ്ലി ആക്സസിബിൾ ഓഫ് ടു ദ CPU. അതായത് CPU ഡയറക്റ്റായിട്ട്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്, റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളത്. അതായത് CPU ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു മെമ്മറിയാണ് എന്ത്, അതായത് CPU ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ത്, മെമ്മറിയാണ് എന്ത്, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. CPU കണ്ടിന്യൂസ്ലി റീഡ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ദെയർ ആൻഡ് എക്സിക്യൂട്ട് ദം ആസ് റിക്വയർഡ്. അതായത് ഒരു CPU എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യും, എന്നിട്ട് എന്താണ് ഇൻസ്ട്രക്ഷൻസ് ആ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ചെയ്യും, പിന്നെ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ഇൻസ്ട്രക്ഷൻ തേടിപ്പോവും. അപ്പോൾ CPU എപ്പോഴും ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന മെമ്മറിയാണ് എന്ത്, പ്രൈമറി സ്റ്റോറേജ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി, അത് റാമും റോമും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ റാമാണ് എന്ത്, റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇത് പ്രൈമറി സ്റ്റോറേജ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്ലഗ് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നേരെ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യൽ ഈ പ്രൈമറി, അതായത് മെയിൻ മെമ്മറിയിലോട്ട് വയ്ക്കുന്നത് ആദ്യം CPU പോയി കോണ്ടാക്ട് ചെയ്യൽ. അപ്പോൾ അതിലെന്താണോ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ നമ്മൾ പ്ലഗ് ഓൺ ചെയ്യുമ്പോൾ ഒരു പവർ എന്ത് ചെയ്യും, ഈ റാൻഡം ആക്സസ് മെമ്മറിയിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ അതിലവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ വിൻഡോസ് കേട്ടില്ല, വിൻഡോസ് ഓണായി വരണം. അപ്പോൾ ഈ പവർ സിഗ്നൽ മെയിൻ മെമ്മറി പോയി കഴിഞ്ഞാൽ അവിടുന്ന് റീഡായി കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ ഇതായിരിക്കും, വിൻഡോസ് ഓപ്പൺ ആക്കി വരാം. അപ്പോൾ ആ സിഗ്നൽ തിരിച്ച് CPU വന്നു കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യും,
ആ വിൻഡോസിനെ ഓണാക്കും. അപ്പോൾ അതാണ് എന്ത് റാൻഡം റാം എന്ന് പറയുന്നത്. അതായത് മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ്. അതായത് കമ്പ്യൂട്ടർ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും എവിടെ ഇരിക്കും, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ വർക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമായിരിക്കും എന്ത് പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ള സ്ഥലത്ത്. അടുത്ത പറയുന്നത് എനി ഡാറ്റ ആക്റ്റീവ്ലി ഓപ്പറേറ്റഡ് ഓൺ ഇസ് ഓൾസോ സ്റ്റോർഡ് ദർ ഇൻ യൂണിഫോം മാനർ. അതായത് ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3-ാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു യൂണിഫോം മാനറിലേക്ക് എന്ത് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കൽ. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് അതായത് ഹിസ്റ്റോറിക്കലി ഏർലി കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡെയിലി ലൈൻസ്. അതായത് റാം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നതിന് മുൻപ് യൂസ് ചെയ്തിരുന്ന കുറച്ച് ഡിവൈസസ് ആണ്. അത് റാമിന് പകരം യൂസ് ചെയ്തിരുന്ന കുറച്ച് ഡിവൈസസ് ആണ് പറയുന്നത്. വില്യംസ് ട്യൂബ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതേപോലെ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഡ്രംസ്. ഇതൊക്കെയാണ് എന്ത് പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതായത് 1954 അതായത് 1954 പിന്നെ അതെന്ത് മാഗ്നറ്റിക് കോർ മെമ്മറി എന്നുള്ള ഡിവൈസസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യം കമ്പ്യൂട്ടറുകളിൽ പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് റാമാണ്. അത് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ചിപ്പ് സെറ്റാണ്. അതായത് ഒരു ചിപ്പ് ലെവലിലേക്ക് എന്ത് ഈ റാം എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡെയിലി ലൈൻസ്, അതുപോലെ വില്യംസ് ട്യൂബ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡ്രംസ്. ഇതൊക്കെയാണ് എന്ത് പ്രൈമറി സ്റ്റോറേജ് യൂസ് ചെയ്തത്. 1954 ശേഷം പിന്നെ യൂസ് ചെയ്തിരുന്നത് മാഗ്നറ്റിക് കോർ മെമ്മറി എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഡിവൈസാണ് എന്ത് ഈ മെയിൻ മെമ്മറി ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ 1970 ശേഷം അതായത് ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് എന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സർക്യൂട്ട് എന്താവും. അതുപോലെ സെമി കണ്ടക്ടർ മെമ്മറി, അതായത് ഒരു പവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറി ഓൺ ആവുന്ന രീതിയിൽ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നപ്പോൾ എന്തായി നോർമലി എന്തായി എക്കണോമിക്കലി കോമ്പറ്റീറ്റീവ്. അതായത് ഈ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടും അതുപോലെ സെമി കണ്ടക്ടർ മെമ്മറിയും കൂടി യൂസ് ചെയ്തിട്ട് ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തു. അതാണെന്ത് റാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നോർമലി എന്താണ് അതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന വില്യം ട്യൂബ്സ്, അതേപോലെ മാഗ്നറ്റിക് ഡ്രംസ്, അതുപോലെ മാഗ്നറ്റിക് കോർ മെമ്മറി, അതിനോടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എക്കണോമിക്കലി ലാഭം ഏതാണെന്നായിരുന്നു ഈ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് വിത്ത് സെമി കണ്ടക്ടർ മെമ്മറി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നോർമലി നമുക്കെന്ത് എക്കണോമിക്കലി ലാഭം റാമിനായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്താണ് അത് റാം ആക്കി. അതായത് ഈ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടും സെമി കണ്ടക്ടർ മെമ്മറി കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു ഡിവൈസാണ് റാം എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താണ് റാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ സി പി യുവിൻ്റെ പവർ ഓൺ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നൽ പോകുന്നത് മെയിൻ മെമ്മറിക്ക് ആയിരിക്കും, വേറെ അങ്ങോട്ടല്ല മെയിൻ മെമ്മറിക്ക്. മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ റാം ആയിരിക്കും. അപ്പോൾ ഇനി റാം എന്ന് പറഞ്ഞിട്ട് സ്മോൾ സൈസ് ലൈറ്റ് ബട്ട് ക്വിറ്റ് എക്സ്പെൻസീവ് അറ്റ് ദ സെയിം ടൈം. അതായത് quite expensive at the same time. The particular types of RAM used for primary storage are also volatile. അതായത് volatile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യില്ല, ഒന്നും കിട്ടില്ല പവർ. അതായത് ഞാൻ പറഞ്ഞു സി പി ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു പവർ നേരെ റാം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ റാം എന്ത് ചെയ്യും ഓണാവും. ആ റാം ഓണായിട്ട് അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ അത് തിരിച്ച് സി പി യുയിലോട്ട് പാസ് ചെയ്യും. അത് കിട്ടിയതിന് ശേഷം ആ സി പി യു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത സിഗ്നൽ റാമിലോട്ട് അയക്കും. അപ്പോൾ അതിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ അത് എന്ത് ചെയ്യും ഇതിലോട്ട് പാസ് ചെയ്യും. അതാണ് പറഞ്ഞത് വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു പവർ അല്ലെങ്കിൽ ഒരു കറണ്ട് അല്ലെങ്കിൽ സർക്യൂട്ട്, ഒരു സിഗ്നൽ എന്ത് വേണം ഉണ്ടാവണം. അതാണ് വോളറ്റൈൽ എന്ന് പറയുന്നത്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യണ്ട, ഒരു പവർ പുഷ് വേണ്ട. അപ്പോൾ വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ജസ്റ്റ് ഒരു പവർ പുഷ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് റാൻഡം ആക്സസ് മെമ്മറി, അല്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി. ഇത്രയും പേരുകളില്ല. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വോളറ്റൈൽ മെമ്മറിയാണ്.
അതായത് നമ്മൾ സി പി യു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയാണ് എന്ത് റാം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, സി പി യു ആ പ്ലഗ് സ്വിച്ച് ഓണാക്കി കഴിഞ്ഞ് പവർ ബട്ടണില്ലേ, സോറി, ആ പവർ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ നേരെ ഒരു സിഗ്നൽ മെയിൻ മെമ്മറിയിലോട്ട് പോകും. മെയിൻ മെമ്മറി എന്ന് പറയുന്നത് റാമാണ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ സെറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ റാമിൽ നിന്നും ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യും, സി പി യുലോട്ട് പാസ് ചെയ്യും. സി പി യു അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ജസ്റ്റ് ഇനി നോക്കുക, അതാണ് വില്യം ടൂസ്. ഇപ്പോൾ അതായത് റാം വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാം വരുന്നതിന് മുമ്പ് വേറെ കുറച്ച് ഡിവൈസസ് യൂസ് ചെയ്തിരുന്നത്. ആ ഡിവൈസ് ജസ്റ്റ് ഇമേജസ് ആണ്. വില്യംസ് ട്യൂബ്സ്, അതുപോലെ മാഗ്നറ്റിക് ഡ്രംസ്. ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തതാണ് എന്ത്, വില്യംസ് ട്യൂബും മാഗ്നറ്റിക് ഡ്രംസ്. പിന്നെ വന്നതാണ് എന്ത്, മാഗ്നറ്റിക് കോർ മെമ്മറി. അതിനുശേഷം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, നിങ്ങൾ ഈ കാണുന്ന ഇമേജിലുള്ള റാം. അതായത് ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് വിത്ത് സെമി കണ്ടക്ടർ മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. അതിലതുപോലെ സർക്യൂട്ട് കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അതിൽ കുറേ ഒരു സർക്യൂട്ട്സൊക്കെ ഡ്രോ ചെയ്തിട്ടുണ്ടാവും, കണ്ടില്ലേ. അപ്പോൾ അതാണ് എന്ത്, ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ടും അതുപോലെ ബ്ലാക്കിൽ കാണുന്നതാണ് സെമി കണ്ടക്ടർ മെമ്മറി. അതുപോലെ റെസിസ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ബേസ് മാത്രം എന്താ മനസ്സിലാക്കുക. അപ്പോൾ അതാണ് എന്ത്, റാൻഡം ആക്സസ് മെമ്മറി. നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ഡയറക്റ്റ് ആക്സസ് മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ്. ഫസ്റ്റ് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, അതായത് പ്രൈമറി മെമ്മറി. രണ്ടാമത് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് മെമ്മറി. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എക്സ്റ്റേണൽ മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി സ്റ്റോറേജ്. അതായത് ഈ കമ്പ്യൂട്ടർ ഓൺ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോറേജാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ്. അതായത് മെയിൻ മെമ്മറിക്ക് ശേഷം മെയിൻ മെമ്മറിയിലുള്ള എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഡാറ്റാസും എടുക്കുന്ന സ്ഥലമാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ്. അത് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ഡിഫേഴ്സ് ഫ്രം പ്രൈമറി സ്റ്റോറേജ് ഇൻ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ്ലി ആക്സസിബിൾ ബൈ ദ സി പി യു. ഞാൻ നേരത്തെ പറഞ്ഞു എന്തെന്ന്, നമ്മൾ പവർ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സിഗ്നലിൽ പോകും. സിഗ്നലിൽ പോയിട്ട് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, അത് റീഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് ആക്സസ് മെമ്മറിയിൽ എന്തില്ല, സി പി യുവിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോറേജിൽ പോയിട്ട് ഡാറ്റാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി ദ കമ്പ്യൂട്ടർ യൂഷ്വലി യൂസസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽസ് ടു ആക്സസ് സെക്കൻഡറി സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്ഫർ ദ ഡിസൈർഡ് ഡാറ്റ ടു പ്രൈമറി സ്റ്റോറേജ്. അതായത് നോർമലി കമ്പ്യൂട്ടറിൽ നിന്ന് സി പി യു എന്താണ്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ചാനൽസ് ഉണ്ടാവും. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്ലഗ്, മീൻസ് ഇമേജില്ല, ഒരു പ്ലഗ്ഗാണ്. ആ പ്ലഗ് അതായത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ആ സെക്കൻഡറി സ്റ്റോറേജിലേക്കും ഉണ്ടാവല്, എൻഡിങ് പോയിന്റ് സി പി യുയിലേക്കും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, സി പി യു എന്ത് ചെയ്യും, അതിലോട്ട്, അതായത് പ്രൈമറി സ്റ്റോറേജിൽ നിന്നും വന്നതിന് ശേഷം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ്. അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് എന്ത്, നമ്മൾ മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കൽ. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡറി സ്റ്റോറേജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കൽ. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈലാണ്. അതായത് അത് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ട, പവർ വേണ്ട. സിസ്റ്റം ഓൺ ആണെങ്കിൽ അത് ഇപ്പോൾ മീൻസ് ഹാർഡ് ഡിസ്ക്, എക്സാമ്പിളായിട്ട് ഹാർഡ് ഡിസ്കും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സാണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ അതായത് അത് നോൺ വോളറ്റൈലാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകമായിട്ടൊരു പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെയിൻ കാര്യങ്ങൾ, അതായത് കമ്പ്യൂട്ടർ ജസ്റ്റ് ഓപ്പണായി വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത്, മെയിൻ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അത് ചെറിയൊരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 4 GB റാം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഇപ്പോൾ 128 GB 1 TB ഹാർഡ് ഡിസ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സെക്കൻഡറി സ്റ്റോറേജ് കുറച്ചും കൂടി ബിഗ്ഗർ ആയിരിക്കും. അതായത് മെയിൻ അല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, സെക്കൻഡറി സ്റ്റോറേജ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ടുള്ളത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് നിങ്ങൾ
കാണാൻ ചാൻസ് ഇല്ല. ഹാർഡ് ഡിസ്ക് പക്ഷേ ഒരുപക്ഷെ എന്തുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നോർമലി ഹാർഡ് ഡിസ്ക് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് 500 TB. നോർമലി റാമൊക്കെ എത്ര വരില്ല, 4 GB 8 GB ഇതൊക്കെയാണ് ഇപ്പോൾ എന്താ മാക്സിമം റാം വരില്ല. പക്ഷേ ഹാർഡ് ഡിസ്ക് എന്ന കേസിൽ എന്താണ്, അത് 1 TB ആവാം. അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ല. 1 TB 1 TB, അതായത് അത്രക്കും കപ്പാസിറ്റി ഉണ്ടാവും. അത് മെയിൻ കാര്യങ്ങളല്ല കമ്പ്യൂട്ടർ ബാക്കിയുള്ള എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിരിക്കുന്നത് എവിടെ ഇരിക്കും, ഹാർഡ് ഡിസ്ക്. ഇപ്പോൾ ഒരു പെയിൻറ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലായിരിക്കും. ഒരു പവർ പോയിന്റ് നമ്മൾ വർക്ക് ചെയ്തിട്ട് സേവ് ചെയ്തേക്കുന്ന കഴിഞ്ഞാൽ അത് ഹാർഡ് ഡിസ്കിലായിരിക്കും. ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തേക്കുന്നത് എന്തായിരിക്കും, ഹാർഡ് ഡിസ്കിലായിരിക്കും. അപ്പോൾ അതാണെന്ത് സെക്കൻഡറി സ്റ്റോറേജ്. ഈ പ്രൈമറി സ്റ്റോറേജ് ഒരു കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ഇൻസ്ട്രക്ഷൻസാണ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ വിൻഡോസിൻ്റെ ബട്ടണൊക്കെ വന്ന് കറങ്ങിയിട്ട് ലോഡൗണൊക്കെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് എന്ത് റാമിൽ സൂക്ഷിക്കൽ. അതാണ് റാൻഡം ആക്സസ് മെമ്മറി. രണ്ടാമത്തെ ഡയറക്റ്റ് ആക്സസ് മെമ്മറി. മൂന്നാമത്താണ് എന്ത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസ് ഓഫ് ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് ദാറ്റ് റീഡ് സ്റ്റോർഡ് ഡാറ്റ ഇൻ എ സീക്വൻസ്. അതായത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സീക്വൻസ്, അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതാണ് അത് സീക്വൻസ് ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ റീഡ് ചെയ്യുന്ന സ്റ്റോർ ചെയ്ത് വെച്ച ഡിവൈസസ് ആണ്. അതായത് അതൊരു സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് ആയിരിക്കും. പക്ഷെ ആ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. അതായത് അത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസേ ആയിരിക്കും. ബട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറിയുടെ പ്രത്യേകത. പിന്നെ പറയുന്നത് ദിസ് is in contrast to random access memory where data can be accessed in any order. Sequential access devices are usually a form of magnetic store. അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് വെച്ചാൽ ഏത് ഓർഡറിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, അതായത് റാം മുതൽ ഏത് ഓർഡറിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, റാമിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം. പക്ഷെ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ സീക്വൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ആ പറഞ്ഞ ലൊക്കേഷൻ, ആ സ്പോട്ടിൽ പോകണം, ആ സ്പോട്ടിൽ നിന്ന് റീഡ് ചെയ്യും. അല്ലെങ്കിൽ ഏത് സ്പോട്ടിലാണ് പോയിട്ടുള്ളത് അവിടെ നിന്നുണ്ടെങ്കിൽ ബാക്കി റീഡ് ചെയ്യും. അങ്ങനെയാണ് എന്ത് സീക്വൻഷ്യൽ. അപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമ്പിൾ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ എക്സാമ്പിളായിട്ട് മാഗ്നറ്റിക് സ്റ്റോറേജ് ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ്. മാഗ്നറ്റിക് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ടാപ്പ്. നിങ്ങൾ പണ്ടത്തെ കാസറ്റും ഇതൊക്കെ കണ്ടിട്ടില്ല. ഇതാണ് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സീക്വൻസ് ആണ് അല്ലേ, നമ്മളൊരു ടേപ്പ് റെക്കോർഡിൽ അല്ലെങ്കിൽ VCD പ്ലെയറിൽ ഇതിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ടു എൻഡിങ് എന്ത് ചെയ്യണം നമ്മൾ കേൾക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഫോർവേഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം റീവൈൻഡ് ചെയ്യണം. അപ്പോഴും എന്താണ് ആ സ്പോട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ബാക്കി സീക്വൻസുമായിട്ട് എന്ത് ചെയ്യും, റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വർക്കും കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ മെമ്മറീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ വർക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തിന് പറഞ്ഞ സ്റ്റോറേജ് ഡിവൈസ് 3 ടൈപ്പുള്ളത്. ഒന്ന് ഡയറക്റ്റ് ആക്സസ്, റാൻഡം ആക്സസ്, സീക്വൻഷ്യൽ ആക്സസ്. റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വോളറ്റൈൽ മെമ്മറി ആയിരിക്കും. അതായത് ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് വർക്ക് ചെയ്യുള്ളൂ. അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈം മെമ്മറി എന്ന് പറയാം. എല്ലാ കമ്പ്യൂട്ടറിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ത് മെയിൻ മെമ്മറി. ഇപ്പോൾ റാമാണത്. അതായത് ജസ്റ്റ് പ്ലഗ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെഷീനാണ് അല്ലേ, നമ്മൾ ഒരു മെഷീൻ ഓണാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, റാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാമിനോട് റീഡ് ചെയ്തിട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, CPU വർക്ക് ചെയ്യും. പിന്നെ വരുന്നത് ഡയറക്റ്റ് ആക്സസ് മെമ്മറി. ഡയറക്റ്റ് ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ മെമ്മറി അല്ല, സെക്കൻഡറി. അതായത് മെയിൻ പാർട്ട് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സേവ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ത് ഡയറക്റ്റ് ആക്സസ് മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുക. അത് ഹാർഡ് ഡിസ്ക്കാണ്. നോർമലി പറഞ്ഞൊരു എക്സാമ്പിൾ എന്താണ്, ഹാർഡ് ഡിസ്ക്കാണ്. സെക്കൻഡറി സ്റ്റോറേജ് എന്താണ്
ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ്. പിന്നെ വരുന്നത് സീക്വൻഷ്യൽ ആക്സസ് മെമ്മറി. സീക്വൻഷ്യൽ ആക്സസ് മെമ്മറീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കെന്ത് ആ സീക്വൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതായത് ഒരു സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് അത് അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, ബാക്കിലോട്ട് വരണം. അതാണ് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ ടാപ്പ് റെക്കോർഡർ അല്ലെങ്കിൽ വി സി ഡി ഒക്കെ. അതെന്താണ് ആ ടാപ്പ് എന്താണ്, ടാപ്പ് ഒന്നില്ലെങ്കിൽ ഫോർവേഡ് അതിൽ ഒറ്റ ഇതിൽ നമുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് ബാക്കിലേക്ക് വരിക. അല്ലാണ്ട് ഇപ്പോൾ സി ഡി പോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ജമ്പ് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് സ്റ്റോറേജിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളത്. കുറച്ച് ലെങ്ത് ആയിക്കണം, 25 മിനിറ്റ് ആയിക്കാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലി വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നോട്ട്സ് ഒരു ലെക്ചർ നോട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് വാട്സപ്പിൽ അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. ശരി, താങ്ക് യു.